എനിക്കിന്നിവിടെ ടോപ്പിക്ക് തന്നിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒക്കെയാണ്. ഞാൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് ഒരെല്ലാം ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ചാനൽ കണ്ടെത്താം, അതായത് കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് ബൈ ഒരു 5 സ്റ്റെപ്സ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു സെയിൽസ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ പ്രോഗ്രാം സെയിൽസ് ക്ലോസിങ്ങിൻ്റെ ടോപ്പിക്കാണ് ഞാൻ ചർച്ച ചെയ്തത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ടേസ്റ്റ് ഓഫ് കണ്ണൂരിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വരണം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് ഓഫ് കണ്ണൂർ പോലെ തന്നെ എനിക്കൊരു കൂട്ടായ്മയുണ്ട്, സാപ്പിയൻ ഗ്ലോബൽ എന്നാണ്. നോ യുവർ കസ്റ്റമർ എന്നുള്ളതാണ് എനിക്ക് ആദ്യം. കാരണം ബിസിനസ്സിലേക്ക് ഇറങ്ങിയവരിലൊക്കെ കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്, ആണോ അല്ലയോ? എത്ര പേര് അങ്ങനെയുണ്ട് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരിപാടിക്ക് ഇറങ്ങിയത്? ഓക്കെ, ഫൈൻ. ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വരുമാനം ഉണ്ടാക്കണം, വേണോ വേണ്ടയോ? എങ്ങനെയെങ്കിലും കുറച്ച് വരുമാനം ഉണ്ടാക്കണം. വരുമാനം ആവശ്യം. ഈ പൈസക്കും സ്നേഹത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ പൈസയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യേകത എന്നറിയോ? ആവശ്യക്കാരനത് കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? ക്ലിയറായോ? അത്യാവശ്യക്കാരന് ഈ 2 സാധനം കിട്ടാൻ കുറച്ച് പാടാ. ആവശ്യമില്ലാത്ത ആക്കാണെങ്കിലോ, അത് സ്നേഹമായാലും പണമായാലും ഏതൊക്കെ ഭാഗത്ത് നിന്ന് വരുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്ത് വന്നുകൊണ്ടേയിരിക്കും? പണം വന്നുകൊണ്ടേയിരിക്കും. അത്യാവശ്യക്കാരൻ. പക്ഷെ പലപ്പോഴും നമ്മൾ ഇറങ്ങലെപ്പോഴാണെന്നറിയോ? അത്യാവശ്യമായി കഴിഞ്ഞാലേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുള്ളൂ, പൈസക്ക് വേണ്ടി ഇറങ്ങുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അത്യാവശ്യം വന്നാൽ എനിക്ക് ഒരു രക്ഷയില്ല, പൈസ കിട്ടിയേ മതിയാവൂ. അങ്ങനെയാണ് ഇതിറങ്ങുന്നത്. പലർക്കും പെയിൻ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ വരുമാനം അത്യാവശ്യമായിട്ട് ഒരു എൻ്റർപ്രനർ ആകുമ്പോഴേക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ക്വാളിറ്റിയിലും സ്റ്റാൻഡേർഡിലും പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞത്? കാരണം നിങ്ങൾ മെൻ്റലി ടയേർഡാണ്, അല്ലെങ്കിൽ മെൻ്റലി വല്ലാതെ ആവശ്യമുള്ള ഒരാളാണ്. ഓക്കെ, അവിടെ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സർവീസ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് കിട്ടാതെ പിന്നെ എന്ത് സർവീസ് കൊടുക്കാൻ പറ്റും? അങ്ങനെയാണ് പലർക്കും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ആദ്യം നമുക്ക് അതിനെല്ലാം എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാം. ഓക്കെ, സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സർദാർജി പറയാണ്, ഞാൻ ലോറിയുമായിട്ട് ഇങ്ങനെ വരികയാണ് സാറേ, ഇങ്ങനെ വന്ന് മരത്തിനടിച്ചിട്ട് അത് നിർത്താന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു ഭാഗത്ത് നോക്കിയപ്പം ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നടന്നു പോകുന്നുണ്ട്. ഇടത് ഭാഗത്ത് നോക്കിയപ്പോൾ 8 ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പൊ പോലീസുകാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ ഒരാൾ നടന്നു പോകുന്നതിലേക്ക് എടുത്താൽ പോരെ, എന്നാ പിന്നെ ഈ 9 ആള് മരിക്കില്ലല്ലോ. അപ്പം സാറേ, ഞാനും അത് തന്നെയാണ് ചെയ്തത്. ഞാൻ കരുതി ഏതായാലും ഒരാൾ പോയിക്കോട്ടെ, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. ക്ലിയറായോ? അങ്ങനെ ഈ ഒരാളുടെ അടുത്തേക്ക് വണ്ടി എടുക്കുമ്പോൾ ഈ ചങ്ങാതിയെ അപ്പുറത്തേക്ക് ഓടിക്കളഞ്ഞു സാറേ. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്? അപ്പുറത്തേക്ക്. അതായത് എന്തുദ്ദേശത്തിലാണോ ഇത് തുടങ്ങിയത്? മനസ്സിലായോ? ഉദ്ദേശങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും. ഓരോരാളെ കാണുമ്പോൾ, ചില കസ്റ്റമറെ കാണുമ്പോൾ ഒക്കെ നിങ്ങൾ അറിയാതെ ഉദ്ദേശങ്ങളിൽ വ്യതിയാനങ്ങൾ വരും. ചില കസ്റ്റമർ വരുന്ന സമയത്ത് വലിയ ഹ്യൂജ് കസ്റ്റമർ ആയിരിക്കും. നമ്മൾ സാധാരണ വിൽക്കുന്ന പ്രൈസ് മാറ്റിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൈസ് അങ്ങ് കൂട്ടിക്കളയും. പ്രൈസേ കൂട്ടിയിട്ടുണ്ടാവില്ലോ, വേറെ ഒന്നും കൂട്ടിയിട്ടുണ്ടാവില്ല. ആ പ്രൈസിനനുസരിച്ച് സർവീസ് നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് വഴിക്കുന്നത് കിട്ടിയപ്പോൾ അങ്ങോട്ട് കൂട്ടിയതല്ലേ. ഓക്കെ, ഇങ്ങനെ ഉദ്ദേശങ്ങൾ ചില സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. പിന്നെ അതിനേക്കാൾ ഉപരി എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. ഒന്നുകൂടി പറഞ്ഞിട്ട് എന്താണ്? എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. നിങ്ങൾ എല്ലാവരെയും കസ്റ്റമർ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആരും നിങ്ങളുടെ കസ്റ്റമർ ആവില്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കാരണം നമുക്ക് ഫ്രസ്ട്രേഷൻ പോലും വരുന്നതാണ്. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എടീ ഞാൻ അച്ചാർ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് അച്ചാറൊന്നും വേണ്ട. അപ്പൊ നമുക്ക് അവരോട് ഇറിറ്റേഷൻ തോന്നും, എന്താ എൻ്റെ അച്ചാർ എന്താ എനിക്ക് വാങ്ങിയാൽ? അപ്പൊ നമ്മൾ നാഗവല്യാവും, വിടമാട്ടെ, നീ എടുക്കമാട്ടെ, അങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പൊ അടുത്ത ആൾക്കാരെല്ലാം നമ്മളൊരു ഈർഷ്യതയോടെ കാണേണ്ട
എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ അല്ല, എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ല. പിന്നെ ആർക്കും ആവശ്യം? അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആരുടെ അപ്പൊ നോക്കേണ്ടത് ആരുടെ പ്രശ്നമാണ് എൻ്റെ പ്രൊഡക്റ്റോ സർവീസോ പരിഹരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ആരുടെ പ്രശ്നമാണ് എൻ്റെ പ്രൊഡക്റ്റോ സർവീസോ പരിഹരിക്കുന്നത്, അത് ക്ലാരിറ്റി വേണം. നിങ്ങൾ ഈ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുമ്പം ആദ്യം തന്നെ തീരുമാനിക്കുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇല്ലേ? കാരണം ടേസ്റ്റ് ഓഫ് കണ്ണൂരിന് ആരാണ്? എല്ലാവരും. ഇപ്പൊ ടേസ്റ്റ് ഓഫ് കണ്ണൂർ സൈക്ലിംഗ് ക്ലബ് ഉണ്ട്. സൈക്ലിംഗ് ക്ലബിന്റെ ആൾക്കാരോട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയുമോ? നേരെ മറിച്ച് ഒരു അച്ചാർ വെക്കുന്ന ആളെ കണ്ടാലോ വിളിക്കും. കാരണം നമ്മുടെ ടേസ്റ്റ് ഓഫ് കണ്ണൂരിന്റെ കസ്റ്റമർ എങ്ങനെയുള്ളവരാവണം. അപ്പൊ അവരെയാണ് നമ്മൾ കൂടുതൽ ക്ഷണിക്കുക. മറ്റുള്ളവർ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ കേസിൽ നിങ്ങൾക്ക് ആര് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിലും അതെന്താ അവർക്ക് വേണ്ടാത്തെ? Does it make sense? അപ്പൊ നിങ്ങൾ ആരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടാവണം. ഒന്നുകിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരാവശ്യം നിറവേറ്റുന്നതാവാം, അതുമല്ലെങ്കിൽ ഒരാഗ്രഹം പൂർത്തിയാക്കുന്നതാവാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഈ മൂന്ന് ഒന്ന് നോക്കുക, ആരുടേതാണ്. ഓക്കെ, നിങ്ങളുടെ അച്ചാർ ഏത് തരത്തിലുള്ള അച്ചാറല്ലേ പറഞ്ഞത്? അച്ചാർ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഒരു പ്രശ്നം പരിഹാരമാവുന്നത്, അല്ലെങ്കിൽ ഒരു ആവശ്യമായി മാറുന്നത്, അതല്ലെങ്കിൽ ഒരു ആഗ്രഹം നിറവേറുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്പൈസി അച്ചാറാണെന്ന് കരുതിക്കോ. സ്പൈസി അച്ചാറാണെങ്കിൽ ഞാൻ അച്ചാർ മാത്രം ജസ്റ്റ് പറയുന്നേ ഉള്ളേ. നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്പൈസി അച്ചാറാണെങ്കിൽ നിങ്ങൾ ആരെയാ സമീപിക്കേണ്ടത്? ആരെ സമീപിക്കണം? എരിവ് ഇഷ്ടപ്പെടുന്നവർ വേണം സമീപിക്കാൻ, ആണോ അല്ലയോ? പക്ഷെ നമ്മളെന്താ ചെയ്യുന്നറിയോ? നീ കൂട്ടി നോക്ക്, നീ തിന്ന് നോക്ക്, എരിവ് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്കത് തിന്നാലെന്താവും? ഇഷ്ടപ്പെടും. ഒരു സാധ്യതയില്ല. എരിവ് ഇഷ്ടപ്പെടില്ല മാത്രമല്ല, അവള് പോയിട്ട് വേറൊരാൾ പറയും, എടാ ഞാൻ റഹ്മത്തിനെ കണ്ടിട്ട് എന്നെ എന്ത് ചെയ്ത് ഒരു എരിവുള്ള അച്ചാർ തിന്നിനി, എന്തെന്നാ അയ്യോ അതിനെ കൊണ്ട് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. അപ്പൊ ആ കേട്ട ആളെ മനസ്സിൽ ഇത് ബുദ്ധിമുട്ടുള്ള അച്ചാറായി. സാധ്യത ഉണ്ടോ ഇല്ലയോ? എന്തിനെങ്ങളെ നല്ല പ്രോഡക്റ്റ് നശിപ്പിക്കുന്നേ? നേരെ മറിച്ച് ആ ടേസ്റ്റ് എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾക്കാണ് ഇത് കൊടുത്തതെങ്കിൽ എന്നറിയോ, അയാള് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നു. മാത്രല്ല എനിക്ക് ആരെന്താ പറയാ, എനിക്ക് ഇപ്പൊ തമ്പാനാട്ടിന്റെ അച്ചാറേ ശരിയാവുള്ളൂ, എനിക്കല്ല. ക്ലിയർ ആണോ? അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്ക് തോന്നും എന്താ അതിന് പ്രത്യേകത, അതൊന്ന് വാങ്ങിയിട്ട് തന്നെ കാര്യം. സാധ്യതയുണ്ടോ ഇല്ലയോ? ഓക്കെ, അപ്പൊ അതിലേക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അറിയണം. നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എത്തേണ്ടത്. മധു ഭാസ്കറിന്റെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു സിബ് കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിബ് കമ്പനിയുടെ പേര് ലോകത്ത് ആർക്കും അറിയില്ല. ആ കമ്പനിയാണ് 80% മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ലോകത്ത് 80% സിബ് വിൽക്കുന്നത് ആ ഒരു കമ്പനിയാണ്. അങ്ങനെ കോടാനുകോടികൾ അവരുണ്ടാക്കുന്നത് അവരെ ആർക്കും അറിയില്ല. അവർ പഠിപ്പിക്കുന്ന പാഠം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ടാർഗറ്റ് കസ്റ്റമർ മാത്രം അറിഞ്ഞാൽ മതി, എല്ലാവരും നാട്ടുകാർ മൊത്തം അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് നമുക്കാണ്. ക്ലിയർ ആണോ? നാട്ടുകാരെ മൊത്തം അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഈ അച്ചാർ എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും വാങ്ങും, അതൊന്നുമില്ല. നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. ടാർഗറ്റ് കസ്റ്റമറിലേക്ക് പോകാൻ സാധിക്കണം. പിന്നെ നമ്മുടെ പല കാര്യങ്ങളും ഉണ്ടല്ലോ, പല കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആണ്, നമ്മളായിട്ട് ചെയ്യുന്നതല്ല. ബിസിനസ്സുകാരൻ ഇങ്ങനെ ഓട്ടോമേറ്റഡിന്റെ ബാക്കിൽ പോകേണ്ടതല്ല, നിങ്ങൾ ലോജിക്കിന്റെ പിറകെ പോകേണ്ടതാണ്. ഓക്കെ, നിങ്ങളോട് റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു, റിസ്ക് ആണ് എടുക്കേണ്ടത്. തെറ്റ്. നിങ്ങൾ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കേണ്ടത്. ബിസിനസ്സുകാരനാണോ നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. എന്തല്ല റിസ്ക് അല്ല. റിസ്ക് എടുക്കുന്നവർക്ക് വിജയിക്കാം, വിജയിക്കാതിരിക്കാം. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നവർക്ക് വിജയിക്കാനുള്ള സാധ്യത 99.99% സാധ്യതയുണ്ട്. എന്നാലും ഒരു ശതമാനം എന്തുണ്ട്, റിസ്ക് ഉണ്ട്. നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്നു, എറണാകുളത്തേക്ക് ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ സീറ്റില്ല, നിറച്ചു ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സീറ്റിന്റെ കുറെ ആൾക്കാരുള്ള സീറ്റിന്റെ അവിടെ പോയിട്ട് ഇവർ തലശ്ശേരി ഇറങ്ങുമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് നിൽക്കുന്നു. നിങ്ങൾ എവിടെയും പോകുന്നില്ല. ഇതൊരു റിസ്ക് എടുക്കലാണ്, ആണോ അല്ലയോ? ക്ലിയറാ? ആരൊക്കെ എഴുന്നേറ്റ് ഞാൻ ചാടി അങ്ങ് ഇറങ്ങും എന്ന് പറയുന്നു. അതിന് പകരം വേറൊരു ചങ്ങാതി എന്ത് ചെയ്യുന്നറിയോ, ആ ചങ്ങാതി പോയിട്ട് 1-2 ആൾക്കാർ ഇരിക്കുന്നു, എവിടെയാണ് പോകേണ്ടത്?
അവർ ഓരോ സ്ഥലം പറയുന്നു, വടകര, അതെയാ. അങ്ങനെ ഓരോന്നും പോയ സമയത്ത് ഒരു സീറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു ഒരു 4-5 ആൾക്കാർ തലശ്ശേരി ഇറങ്ങേണ്ടവരുണ്ട്. അതെയാ, നിങ്ങൾ തലശ്ശേരി ഇറങ്ങാം. എന്നിട്ട് ആ ചങ്ങാതി പോയിട്ട് അവിടെ നിൽക്കുന്നു. ഓക്കെ, പുള്ളി റിസ്ക് എടുക്കുക തന്നെ ചെയ്യുന്നത്, കാരണം വേറെ ആൾക്കാർ ഉണ്ട്. ഈ 2 റിസ്ക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? എന്താ വ്യത്യാസം? നിങ്ങൾ ബിസിനസ് ചെയ്തതിൽ ഈ 2-ൽ ഏതാ ഇപ്പം നിങ്ങൾ ശരിക്കും ക്ലിയർ ആയോ? മറ്റേത് ലക്ക് ഫാക്ടറാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. നമ്മൾ അച്ചാറ് ക്ലിക്കായാൽ ക്ലിക്കായി. പറയും അതാ രാജീവ് ഏട്ടൻ്റെത് ഭാഗ്യം, ഓരോ ഭാഗ്യം കൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മളും വെയിറ്റ് ചെയ്യുന്നു എന്ത് വരാൻ വേണ്ടിയിട്ട്? ഭാഗ്യം വരാൻ വേണ്ടിയിട്ട്. വന്ന് തന്നെ ഭാഗ്യത്തിന്റെ പ്രത്യേകത ഇത് വരുന്ന കാത്തു നിൽക്കുന്ന ആളത്തൊന്നും ഇല്ല, അതിൻ്റെ അടുത്തേ വരില്ല. ഓക്കെ, ആവശ്യക്കാരുടെ അടുത്ത് തീരെ വരില്ല. അപ്പൊ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് നമുക്ക് വേണ്ടത്. കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് ടൈപ്പ് കസ്റ്റമറാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ. ഇനി അടുത്ത രസമുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗസ്റ്റ് വരുന്നുണ്ടല്ലോ, ഞാൻ ഗസ്റ്റ് വരുന്നത് തന്നെ ഉണ്ടത്രേ. ആദ്യം നമ്മൾ എന്താ അറിയും ഇല്ലേ? അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് നമ്മളൊന്ന് ചോദിക്കൂലേ അവർക്ക് എന്താ ഇഷ്ടം, എങ്ങനെയുള്ളതാ ഇഷ്ടം എന്നുള്ള ഒരു പരിധി വരെ നമ്മൾ അറിഞ്ഞു വെക്കും. സാധ്യതയുണ്ടോ ഇല്ലയോ? ഓക്കെ, എന്തിനാണെന്നറിയോ? അതന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമറുടെ കുറിച്ചിട്ട് നമ്മൾ എൻക്വയറി നടത്തി മനസ്സിലാക്കി എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഇനി അടുത്തൊരു രസമുള്ള കാര്യം അറിയോ? അവർ വന്നു കഴിഞ്ഞാൽ വന്ന ഉടനെ എന്താ കൊടുക്കേണ്ടത്, അതിനുശേഷം എന്താ കൊടുക്കേണ്ടത്, ലാസ്റ്റ് എന്താ കൊടുക്കേണ്ടത്, നിങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കോ അല്ല നേരത്തെ തീരുമാനിക്കോ? മുൻകൂട്ടി തീരുമാനിക്കോ? എന്തിന്? അവർ വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച പോരെ, ജ്യൂസാണോ കൊടുക്കേണ്ടത്, പിന്നെ ചായ ആണോ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച പോരെ? അതെന്താ നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിക്കുന്നേ? പ്രിപ്പയർ ആവാൻ വേണ്ടി അല്ലേ? പക്ഷെ പലപ്പോഴും നിങ്ങൾ കസ്റ്റമറെ കിട്ടിയതിന് ശേഷം തീരുമാനിക്കുക ഈ ചങ്ങാതിക്ക് എന്താ കൊടുക്കേണ്ടത്. അതായത് കസ്റ്റമറെ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കണ്ണൂർ ഹോട്ടലിന്റെ നല്ലൊരു ഹോട്ടലിന്റെ ഓർഡർ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ചിലപ്പോൾ എന്താ ആലോചിക്കുക, എങ്ങനെയൊക്കെ ഇത് കൊടുക്കണം. നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടാവോ ഇല്ലയോ? പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. അപ്പം ആ കസ്റ്റമേഴ്സിന് ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കില്ല. നിങ്ങളുടെ കസ്റ്റമർ ആരാണോ, കസ്റ്റമറുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, കണ്ണൂരുള്ള ഒരു തട്ടുകടക്ക് കൊടുക്കുന്ന രീതിയും കണ്ണൂർ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് കൊടുക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ? വേണോ വേണ്ടയോ? ഓക്കെ, അപ്പൊ ഒരു സുപ്രഭാതത്തിൽ 5 സ്റ്റാറിന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ഒരുങ്ങാൻ പറ്റൂല, സർവീസ് ഒന്നും ഒരുങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ മാറ്റി മറിച്ച് ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. വേറെ ആൾക്കാർ, നമ്മളൊരു ബാഡ് സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കാരണം നമ്മുടെ ഒരു സർവീസ് ഓട്ടോമാറ്റിക് കമ്പാരിസന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ച് ബെസ്റ്റ് ആയാൽ മതി. അത് ഇപ്പം വിനീത് ശ്രീനിവാസന്റെ അനുജന് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സ്പീച്ച് പറയുന്നുണ്ടായിരുന്നു, 89% മാർക്ക് ഞാൻ SSLCക്ക് വാങ്ങിക്കും, അമ്മക്ക് എന്ത് ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. കാരണം 92% മാർക്ക് വാങ്ങിയിട്ടാണ് ആര് പാസ്സായി പോയത്? വിനീത് ശ്രീനിവാസൻ 92% വാങ്ങിയത് കൊണ്ടാണ് ഇതെന്തായി പോയത്, മോശമായി പോയത്. ക്ലിയർ ആയോ? അതുപോലെ നിങ്ങളൊരു വേസ്റ്റ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കുറച്ച് നന്നായിട്ട് സർവീസ് കൊടുത്ത ആൾ തന്നെ എന്തായി, ബെസ്റ്റായി. നിങ്ങൾ വേസ്റ്റ് സർവീസ് കൊടുക്കുക മീൻസ് വേറൊരാളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, വേറൊരു ബിസിനസ്സിന്റെ പ്രൊമോട്ടർ ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ പ്രൊമോട്ടർ ആവണോ വേറൊരാളുടെ ബിസിനസ്സിന്റെ പ്രൊമോട്ടർ ആണോ? ആരാവേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കസ്റ്റമറുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള സർവീസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? കുറച്ച് കടുപ്പം കൂടി പോകുന്നുണ്ടോ പറയുന്നത്? സിമ്പിളാണോ? ഉൾക്കൊള്ളാൻ പറ്റുന്ന തന്നെയാണോ? ഓക്കെ, അപ്പം ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, എൻ്റെ പ്രൊഡക്റ്റ് ആരുടെ പ്രശ്നങ്ങളാണ്, എങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളാണ്, എങ്ങനെയുള്ളവരുടെ ആഗ്രഹമാണ് എന്നതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിനെ നിങ്ങൾ നോക്കി തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടത് 100 കസ്റ്റമർ ആണെങ്കിൽ 100 കസ്റ്റമറും എവിടെയുണ്ട്? ഈ മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് 1000 കസ്റ്റമർ ആണെങ്കിൽ 1000 കസ്റ്റമറും ഈ മാർക്കറ്റിലുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്ന് ഫോക്കസ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, ഈ ഫോക്കസ് നഷ്ടപ്പെട്ടില്ലെങ്കിൽ
ഉള്ളതും കാണാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ മുറിയിലുണ്ടല്ലോ, ഈ മുറിക്കകത്ത് എത്ര കറുപ്പുണ്ട് ഒന്ന് കൗണ്ട് ചെയ്താട്ടെ. എത്ര കറുപ്പുണ്ട്? കറുപ്പ് 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 എല്ലാ സ്ഥലത്തും നോക്കണം. കറുപ്പ് എവിടെയെല്ലാം ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട് കറുപ്പ്. ഒരു സ്ഥലം ഫർദകെല്ലാം നോക്കിയത് അവിടെ വാതിലിൽ ഫർദയിൽ നിൽക്കുന്നുണ്ട്. ഇതാ അതൊന്നും വിടണ്ട. എല്ലാ ഫർദകളും എല്ലാ തട്ടങ്ങളും എല്ലാം നോക്കണം. കറുപ്പ് എവിടെയൊക്കെ കറുപ്പ് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഷർട്ട് ഓക്കെ, എൻ്റെ ഷർട്ട് കറുപ്പാണ്. ഇതാ ഇവിടെ ഒരു സാധനം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോസ് നോക്കിയാൽ ഫുള്ള് ഞാൻ കറുപ്പായിരിക്കും. ഓക്കെ, ഞാൻ ആ കറുപ്പിനഴകുന്നുള്ള പാട്ടിൽ പെട്ടുപോയതാണ്. പിന്നെ അങ്ങോട്ട് ഞാൻ എന്തേ വാങ്ങിയിട്ടുള്ളൂ? കറുപ്പേ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഏത് അങ്ങനെയുണ്ട് ഗുണം, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, 2 3 കുപ്പായം മതി, എന്നാൽ തന്നെ സംഭവം സെറ്റാവും. പിന്നെ കറുപ്പായതുകൊണ്ട് വേറൊരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിച്ചു വരുന്നത്, കറുപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസം കേട്ടോ, വൈറ്റിനേക്കാളും. ഓക്കെ, ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇനി അത് വേറെ വിഷയം. നിങ്ങളെല്ലാം നോക്കിയില്ലേ? എല്ലാ സ്ഥലത്തും നോക്കിയില്ലേ? ഒരു സ്ഥലം പോലും മിസ്സാവരുത്. താഴെ നോക്കുക, കുത്തനെ നോക്കുക, മുകളിൽ നോക്കുക, സൈഡിൽ നോക്കുക, എല്ലാ സ്ഥലത്തും നോക്കണം. റെഡിയല്ലേ? ഇനിയുണ്ടല്ലോ, കണ്ണടച്ച് ഞാൻ പറഞ്ഞാലേ കണ്ണ് തുറക്കാൻ പാടില്ലേ. കണ്ണടച്ചിട്ട് ഇങ്ങനെ കണ്ണടക്കണ്ണിട്ടൊന്നും തുറന്നു നോക്കരുത്. മറ്റുള്ളവർ നോക്കുന്നുണ്ടോ എന്നൊന്നും നോക്കരുത്. ഓക്കെ, നമ്മൾ മലയാളികളാണ്. മലയാളികൾ അങ്ങനത്തെ ഉടായ്പനെല്ലാം ഭയങ്കര, നമ്മൾ കഴിഞ്ഞിട്ടേ ലോകത്ത് ഉടായ്പല്ലേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും കണ്ണടച്ചില്ലേ? ഇനി കണ്ണടച്ച് തന്നെ ഞാൻ പറയുന്നതിന് ഉത്തരം പറയണം. ആർ യു റെഡി? നിങ്ങൾ എത്ര ചുവപ്പ് കളർ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ പറ. കണ്ണു തുറക്കല്ലേ, പറ. ചുവപ്പ് എത്ര കണ്ടു എന്ന് പറ. കണ്ടില്ല? ഇനി കണ്ണു തുറക്ക്. എന്റെ നോക്കിയാട്ടെ ചുവപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഒന്ന് കറുപ്പും ചുവപ്പും നോക്കിയാ ഏതാ കൂടുതൽ നോക്കിയാട്ടെ. പിറകോട്ട് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ചെയറും എന്താണ്? Does it make sense? നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ് അവിടെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ അൺകോൺഷ്യസിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? നിങ്ങളുടെ കസ്റ്റമറെ ഫോക്കസ് ചെയ്താൽ കസ്റ്റമറെ നിറച്ചും കാണാൻ പറ്റും. അതിന് പകരം എല്ലാവരും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കറുപ്പ് ഇങ്ങനെ കാണും, അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട സാധനം മിസ്സാവും. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ക്ലിയർ ആണോ? നിങ്ങൾക്ക് എത്ര കസ്റ്റമറെയാണോ വേണ്ടത്, നിങ്ങൾക്ക് എത്ര പണമാണോ ഉണ്ടാക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റ് ആണോ വിൽക്കേണ്ടത്, അത്രയും വിൽക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അത്രയും വിൽക്കാനുള്ള കസ്റ്റമർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. പക്ഷേ നിങ്ങളുടെ കസ്റ്റമറെ ഫോക്കസ് ചെയ്യാൻ പഠിക്കുന്നിടത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എവിടെയൊക്കെയോ എത്തും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഞാനിപ്പോൾ ടേസ്റ്റ് ഓഫ് കണ്ണൂരിൽ വന്നിട്ട് ഞാൻ 100 ആളോട് പറഞ്ഞിട്ടുണ്ട്. ഈ 100 ആളിൽ 5 ആൾക്കാരെ ആരുണ്ടാവുള്ളൂ? നിങ്ങളുടെ കസ്റ്റമർ ഉണ്ടാവുള്ളൂ. ബാക്കി 95 ആൾക്കാരോട് പറഞ്ഞത് എന്താണ്? വേസ്റ്റാണ്. പക്ഷെ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്ന അറിയാം, ഞാനൊരു 10-90 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും കച്ചവടം കുറവാണ്. എടോ, കച്ചവടം കുറയാൻ കാരണം നിങ്ങൾ പറഞ്ഞത് ആരോടല്ല, നിങ്ങളെ കസ്റ്റമറോടല്ല, ഏതോ ഒരാളുടെ കസ്റ്റമറോട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ വേണ്ടത്, നിങ്ങളെ പ്രൊഡക്റ്റ് എന്താ പറഞ്ഞാൽ വേണ്ടേ? ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ? അപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നതിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ആരാണ്, എങ്ങനെയാണ് എന്ന് അറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്, എങ്ങനെയാണ്, അവരുടെ ടേസ്റ്റ് എന്താണ്, എങ്ങനെയുള്ളവർക്കാണ് അത് ഇഷ്ടം എന്ന് നിങ്ങൾക്കൊന്ന് ഉണ്ടാവണം. ഇവിടെ ആൾക്കാർക്ക് ആവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ഞാനുണ്ടല്ലോ, ഇപ്പോഴും ഞാനൊരു ഡയബറ്റിക് ആണ്. ഇന്നും ഒരു സ്ഥലത്തും കാണാറില്ല ഈ ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് കാണാറ് വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ട് എവിടെയോ എഴുതി വെച്ചിട്ടും കാണാറില്ല. നിങ്ങളുടെ ധാരണ എത്ര പേരുണ്ടാവുന്ന ഡയബറ്റിക്കിൻ്റെ? ഞാൻ വ്യാപാരി വ്യവസായിയുടെ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്തുണ്ടല്ലോ, പിന്നെ അത് കഴിഞ്ഞ് ടീ ബ്രേക്ക് ആയപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോയി. ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് എനിക്ക് പഞ്ചസാര വേണ്ട. ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, അവിടെ നോക്കുമ്പോഴേക്ക് വലിയ കപ്പിൽ വലിയൊരു പിന്നെ ക്യാനിൽ നിറച്ചും ചായ ഉണ്ട്, പിന്നെ ഒരു ചെറിയ ക്യാനിലും ചായ ഉണ്ട്. ഓക്കെ, ഡയബറ്റിക് ആയതുകൊണ്ട് ഞാൻ ഏതിൽ നിന്ന് എടുക്കലാണ് നല്ലത്? ചെറുതെന്ന്. ഞാൻ പോയിട്ട് ചെറുതെന്ന് എടുത്തു, കുടിച്ചു നോക്കുമ്പോൾ ഭയങ്കര മധുരം. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ചെറുതിലും മധുരമാണ് വലുതിലും മധുരമാണോ? അല്ലല്ല, ഇവിടെ എല്ലാം ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഡയബറ്റിക് ആണ്. വ്യാപാരി വ്യവസായത്തിൽ മൊത്തം ആരാണ്? ഡയബറ്റിക് ആണ്. ഈ ലോകത്ത് ഡയബറ്റിക്കുകൾ പെരുകാണ്. പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ടൊന്നും ഇതുവരെ ഇല്ല. ഡസ് ഇറ്റ് മേക്ക് സെൻസ്?
അപ്പൊ അവരുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം അവരെ പരിഹരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആരെ മാത്രം തപ്പി നടന്നാൽ മതി? ക്ലിയർ ആയോ? ആ ഡയബറ്റിക്കിനെ തപ്പി നടന്നാൽ മതി. ആ ഡയബറ്റിക്കിനെ കിട്ടാൻ എന്ത് ചെയ്യണം? ഒരു ഡയബറ്റിക് സെമിനാർ നടത്തുക. അവിടെ വരുന്നതെല്ലാം ആരായിരിക്കും? മനസ്സിലായോ? ഷുഗറിനെ കുറിച്ചിട്ടും ഡയബറ്റിക്കിനെ കുറിച്ചിട്ടും ഒരു സെമിനാർ നടത്തിയാൽ അവിടെ വരുന്നതിൽ 99% ആയിരിക്കും നിങ്ങളെ കസ്റ്റമർ ആയിരിക്കും. ക്ലിയർ ആണോ? അതുകൊണ്ട് ഈ ഇരുട്ടി തപ്പുന്ന പരിപാടി എന്ത് ചെയ്യുക? നിർത്തുക. കാർഡടിച്ച് വെക്കുന്ന പരിപാടി ഇന്ന് പോലെ നടത്തിയിട്ട് നിങ്ങൾ വളരെ സ്പെസിഫിക് ആയി ഐഫോണിന് അറിയാം എൻ്റെ കസ്റ്റമർ ആരാണ്, അവർക്ക് വേണ്ടിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയാണ് സർവീസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഫോണേ ഉള്ളൂ ഐഫോൺ. അത് 10, 12, 13, 15 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ബാക്കിയുള്ള കമ്പനീസിന് എല്ലാം ഉണ്ടല്ലോ എത്ര 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 വെറൈറ്റി ഫോൺ ഉണ്ടെന്ന് അറിയോ? സ്റ്റിൽ ദേ ആർ നമ്പർ 1 ബിക്കോസ് ദേ നോ. പിന്നെ പല സാംസങ് പോലും സാംസങ് ഈ S24 ഗാലക്സി ആർക്ക് വേണ്ടി ഇറക്കുന്നത്? ഐഫോണിനെ ഇഷ്ടമല്ലാത്ത, മനസ്സിലാകുന്നുണ്ടോ? ഐഫോണിനോട് കുറച്ചൊരു എന്തോ ഒരു തരത്തിൽ ഇഷ്ടക്കേടുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ആരിറക്കുന്നത്? S24. മനസ്സിലായോ? നിങ്ങൾ കമ്പാരിസൺ പോലും അതുമായിട്ടായിരിക്കും. ഏതുമായിട്ട്? പക്ഷെ അവരറിയുന്നില്ല, അവർ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഐഫോണിന് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളുടെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ക്ലിയർ ആണോ? അവർക്കറിയാം അവരുടെ കസ്റ്റമർ ആരാണ്. എൻ്റെ ആദ്യത്തെ നിങ്ങളുടെ ചോദ്യം, നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? നിങ്ങൾ ആ ധാരണയുള്ളവരിലേക്ക് തന്നെയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്? അല്ല വെറും വാട്സപ്പ് ഗ്രൂപ്പിലിടാണോ? ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടോണ്ടല്ലോ എല്ലാവരും അതിന്റെ പിറകെയാണ്. ഇപ്പൊ ചോദിക്കും, നീ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലേ? ആ ഞാനും ഗ്രൂപ്പ് ഉണ്ടാക്കി. നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലേ? ആ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നാ പിന്നെ പോരട്ടെ ആൾക്കാർ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവും ഒരു ഗ്രൂപ്പ് പൊന്തി വന്നിട്ട്, അതിൽ ഞാനും ഉണ്ടാവും. ഇതാരാ ചേർത്തിന്നോ, ഇതെങ്ങനെയാ വന്നിന്നോ, ഒരു പിടുത്തും ഉണ്ടാവില്ല. മനസ്സിലായോ? ഞാനെന്ന് പറയുന്നത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാൾ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും ഒരു 5 മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ ഗ്രൂപ്പിലേക്ക് ആരെ എന്നെ ചേർത്തിട്ടുണ്ടാവും? എന്നെ ചേർത്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഞാൻ ഒരു തരത്തിലും അവർക്ക് എന്താവുന്നില്ല, ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഉപദ്രവം കൂടി ആയിട്ടും എന്നെ പിടിച്ച് ചേർക്കാണ്. നമ്മൾ പറയും വെറുതെ നിന്നോ. എന്ത് വെറുതെ നിന്നോ? അറിയിച്ചു മീ. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അറിഞ്ഞാലേ അവർക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കുള്ളൂ, അവർക്ക് വേണ്ട സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ബെസ്റ്റ് ആവുന്നത്. നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡൈസ് ആവുന്നത് ആണോ അല്ലയോ? കാരണം ഈ സ്റ്റാൻഡേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. മൈൻഡ് സെറ്റ്, ഹ്യൂമൻ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ മൈൻഡ് സെറ്റ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാറ്റം വരും. സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിൽ മാറ്റം വരും. നമ്മൾ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ത് ചെയ്തെന്ന് അറിയോ? ഒരു എറണാകുളം ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. പോയിക്കൂടെ? ഓക്കെ, നല്ലൊരു ടെമ്പോ ട്രാവലിൽ കൊള്ളുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അപ്പുറത്തുണ്ടാവോ? എത്ര ആൾക്കാരുണ്ട്? 500 മേലെയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? 2 ബസ് പിടിക്കേണ്ടി വരും. ഓക്കെ, എനിവേ 2 ബസ് പിടിച്ചുകൊണ്ട് ടേസ്റ്റ് ഓഫ് കണ്ണൂരിന്റെ ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു ട്രിപ്പ് പോകുന്നു അല്ലേ? നിങ്ങൾ എന്താ തീരെ സന്തോഷമില്ലാത്തൊരു ട്രിപ്പ് പോകുന്നത്? ഇങ്ങനെയാണ് ഒരു ട്രിപ്പ് പോകുന്നത്? ഓക്കെ, വീട്ടിൽ നിന്ന് ദേഷ്യമായിട്ട് വന്നൊന്നല്ലോ അല്ലല്ലോ. ഓക്കെ, അങ്ങനെ ട്രിപ്പ് പോകാൻ പോലെ ഉണ്ട്. നിങ്ങളായിരിക്കും ഒരു നല്ല ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടൂറ് പോകുന്നു. ടൂറ് പോകുമ്പോൾ കൊയിലാണ്ടി എത്തിയ സമയത്തുണ്ടല്ലോ തമ്പാനേട്ടൻ്റെ ഒരു ആഗ്രഹം ഒരു ചായ കുടിക്കാന്നുള്ളത്. ഓക്കെ, തമ്പാനേട്ടൻ പറഞ്ഞു ഒരു ചായ കുടിച്ചിട്ട് പോവാം. അപ്പൊ പിന്നെ ഒരാൾ ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ചായ കുടിക്കുന്ന കാര്യത്തിൽ ഈ മൂത്രയിക്കുന്ന കാര്യത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഒരാൾ എഴുന്നേറ്റ് പോയാൽ പിന്നെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് ഒന്നിൽ ഒതുങ്ങൂല. ഓക്കെ, അങ്ങനെ ചായ കുടിക്കാൻ തീരുമാനിച്ചു. നമ്മൾ എന്ത് ചെയ്തു? കൊയിലാണ്ടി എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം നിങ്ങൾ പരിപ്പട എന്നാണ്ട്, പിന്നെ എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ക്ലിയറോ? ഞാൻ പഴംപൊരി തിന്ന്. നിങ്ങൾ എന്താ തിന്നത്? ഏത്? ഒന്നും തിന്നില്ലേ? ചായ മാത്രോ? കായുണ്ടാ? ഓക്കെ, അങ്ങനെ ഉണ്ടൊരു സാധനം ഉണ്ടല്ലേ? ഓക്കെ ഫൈൻ. എനിവേ, പിന്നെ ഈ എല്ലാം ഫുഡിന്റെ ആൾക്കാരായതുകൊണ്ട് കുറച്ച് ആൾക്കാർ പൊതിയിലെല്ലാം എന്തെടുത്തിട്ടുണ്ടായിരുന്നു?
കുറെ സാധനങ്ങളാ പരിപ്പ് ഏതാണ്ടാ പഴംപൊരി പറയുമ്പോഴേക്കും പഴംപൊരി അറിഞ്ഞു തരാന്നെല്ലാം പറഞ്ഞ ഇതാണ്. ഓക്കെ, സോ എനിവേ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഈ പഴംപൊരിയിൽ നിന്നതിന് ശേഷം ഉണ്ടല്ലോ കൈക്ക് ഓയിലാവല്ലോ. അപ്പം അവരോട് നിങ്ങൾ ചോദിച്ചു ഒരു ടിഷ്യൂ തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ടിഷ്യൂ തരുമോ എന്ന് ചോദിച്ചപ്പം ആ തട്ടുകടക്കാരൻ എന്ത് ചെയ്തു, മലയാള മനോരമ പത്രത്തിന്റെ ഒരു പേപ്പർ കിഴിയിട്ട് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ സന്തോഷത്തോടെ കൈ തോർത്തിയിട്ട് എന്ത് ചെയ്തു, അവിടെ കളഞ്ഞു. എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര പോവാണ്. യാത്ര പോയിട്ട് നമ്മൾ എവിടെ എത്തി? ഹോട്ടൽ മാരിയോട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോട്ടൽ മാരിയോട്ട് കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ടോ? ഒന്ന് കൈയ്യർത്തി കേട്ടവര് അവിടെ പോയി താമസിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഒരു ശപഥം ചെയ്യണം. അടുത്ത ഒരു 8 മാസം കൊണ്ടോ ഒരു 10 മാസം ആകുമ്പോഴേക്കോ പൈസ സ്വരൂപിച്ചിട്ട് ഒരു ദിവസം പോയിട്ട് അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ക്ലിയർ ആണോ? കൊച്ചിൻ മാരിയോട്ട്. ഓക്കെ, 10,000 റുപ്പീസ് ആയിരിക്കും ഒരു റൂമിന്. 2 ആൾ നിൽക്കുമ്പോൾ 5,000 ആവുള്ളൂ. 2 കയറി ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ചേർന്നാൽ മതി. കുട്ടികളൊന്നും കൂട്ടണ്ട, നിങ്ങൾ മാത്രമായിട്ട് എന്ത് ചെയ്യും. ഓക്കെ, ചെറിയ കുട്ടികളുള്ള ഉണ്ടാണെങ്കിൽ അവർ കുറച്ച് വലുതായിട്ട് പോയാൽ മതി. മനസ്സിലായോ? അങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ എത്തി, മാരിയോട്ടിലെത്തിയിട്ട് അവിടെ നിന്നും നിങ്ങളൊരു ചായ കുടിച്ച് ഇതുപോലെ അവിടെ ഉണ്ടായ ഒരു കട്ട്ലറ്റും ഡിഫറെൻ്റ് ആയിട്ട് തിന്ന്. അപ്പോൾ അവരോട് നിങ്ങൾ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു, അവിടെ ഉണ്ടായ ആൾക്കാരോട് ചോദിച്ചു 1 ടിഷ്യൂ പ്ലീസ് എന്ന് ചോദിച്ചു. അവിടെ എത്തുമ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് മാറുമല്ലോ. ഒരു ടിഷ്യൂ തരുമോ എന്ന് ചോദിച്ചു. അവരെന്ത് ചെയ്തെന്നറിയോ, സന്തോഷത്തോടെ വന്നിട്ട് മലയാള മനോരമ പത്രത്തിന്റെ വലിയ പേപ്പർ ഉണ്ട്, ആ ഫുൾ പേജ് തന്നെ നിങ്ങൾക്ക് തന്നു. കൈയും തോർത്തിക്കോ മുഖവും തോർത്തിക്കോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്താ പറയാ, എന്ത് പറയും? ഒന്ന് ഇത്ര വലിയ ഹോട്ടലായിട്ട് പേപ്പർ തന്നാ, പക്ഷെ അവര് മറ്റേ തട്ടുകടക്കാർ തന്നതിനേക്കാളും വലുതല്ലേ തന്നത്. ഓ അങ്ങനെ ഉണ്ടല്ലേ. നിങ്ങൾ തന്നെയല്ലേ പോയത്, നിങ്ങളെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ അവരാകുമ്പോഴത്തേക്ക് അങ്ങനെ. മനസ്സിലായോ? ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താവും, മാറും. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓക്കെ, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടും എക്സ്പെക്ടേഷൻ മാറും, കസ്റ്റമറുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടും എക്സ്പെക്ടേഷൻ മാറും. ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യുന്ന സർവീസ് ആണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റിക്കർ ആണോ നിങ്ങളുടേത്? സിലിക്കോൺ എന്നെങ്ങാനും പറഞ്ഞ ഒരു അച്ചാർ കണ്ടിട്ടുണ്ട്, അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ പോകുന്നുണ്ട്. കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇതിലുള്ള ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അത് കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അത് കണ്ടാൽ തന്നെ ഇത് സെക്കൻഡ് ഹാൻഡ് സാധനമാണെന്ന് മനസ്സിലായി. ലോക്കൽ സാധനമാക്കി ആണോ അല്ലയോ? ഇപ്പോഴൊരു കളർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുക്കേണ്ട അതേ പണിയേ ഉള്ളൂ, അതേ പ്രൈസേ ഉള്ളൂ. ഓക്കെ, മേ ബി അവരുടെ കസ്റ്റമർ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കസ്റ്റമർക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കസ്റ്റമർ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. തട്ടുകടയിൽ നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞോ? കാരണം എന്താ അറിയോ, തട്ടുകടയിൽ നിങ്ങൾ അത്രേ പ്രതീക്ഷിക്കുള്ളൂ. നിങ്ങൾ അത് ബില്ലിംഗ് ആയിട്ട് എന്ത് ചെയ്തതാണ്, പോയതാണ്. ആണോ അല്ലയോ? ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർവീസ് ആ വരുന്ന കസ്റ്റമറുടെയും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം, എന്നിട്ട് വേണം നിങ്ങൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ. പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നാലും സർവീസ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നാലും നിങ്ങളുടെ സ്റ്റാൻഡേർഡും പരിഗണിക്കണം, അതുപോലെ കസ്റ്റമറുടെ സ്റ്റാൻഡേർഡും പരിഗണിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എനിക്ക് ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്, നിങ്ങളുടെ കസ്റ്റമറാ നിങ്ങൾ അറിയണം. അറിയില്ലേ? ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരട്ടെ. കാരണം പഴംപൊരി തിന്നുന്നതിന്റെ അടിയിലുണ്ടല്ലോ കസ്റ്റമറെ മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഓക്കെ, ഓട്ടോയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്നാ പല വീശി പിടിക്കലും. നിങ്ങളിപ്പോ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ പറയുന്നു എന്ത് ചെയ്യുന്നു, ഞാനൊരു LIC ഏജന്റ് ആണെന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പുറത്തെ സീറ്റ് ഒഴിവുണ്ടോ നോക്കും അല്ലേ? ഓക്കെ, അതുപോലെ നിങ്ങളെ കണ്ടാലും എന്ത് ചെയ്യരുത്, മാറിയിരിക്കരുത്. നിങ്ങൾ അടുത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഈ തരത്തിൽ നിങ്ങൾ പോവുക. എനിവേ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്.